ഇപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും വലിയ വലിയ അക്രമങ്ങളും പ്രശ്നങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ ഈ ഭീകരാക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് രാജ്യത്തുള്ള ജനങ്ങൾ തന്നെയാണ്. കാരണം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ നിറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ഇതൊരു വലിയ യുദ്ധം തന്നെയായി അവിടെ മാറുന്നു. പക്ഷേ ഇതെല്ലാം തടയുവാനും പരിഹരിക്കാനും പുതിയ പ്രസിഡൻ്റായി സൂപ്പർ ഹീറോസിൻ്റെ ഏറ്റവും വലിയ തലവേദനക്കാരനായ ലെക്സ് ലൂഥർ സ്ഥാനമേൽക്കുന്നു. ഇപ്പോൾ പ്രസിഡൻ്റായ ലെക്സ് ലൂഥർ ആദ്യം തന്നെ പുതിയൊരു കാര്യം അവിടെ ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സൂപ്പർ ഹീറോസ് ഒന്നും സർക്കാരിൻ്റെ കീഴിലല്ലല്ലോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് മൊട്ടത്തലയനായ ലെക്സ് ലൂഥർ തൻ്റെ കീഴിൽ അഥവാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുവാനായി കുറച്ച് സൂപ്പർ ഹീറോസിനെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ സൂപ്പർ ഹീറോസുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആറ്റം, ബ്ലാക്ക് ലൈറ്റനിങ്, പവർ ഗേൾ, കറ്റാര, മേജർ ഫോഴ്സ് തുടങ്ങിയവരാണ്. മാത്രമല്ല ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനും ലെക്സ് ലൂഥറിൻ്റെ കീഴിൽ അഥവാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എപ്പോൾ വേണേലും വന്നു ചേരാം. ശരിക്കും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയോ തനിക്ക് പുണ്യം കിട്ടാനോ ഒന്നുമല്ല ലെക്സ് ലൂഥർ ഈ സൂപ്പർ ഹീറോസിനെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിർത്തിയിരിക്കുന്നത്. പകരം തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടി ചുമ്മാ ബോഡി ഗാർഡ്സ് എന്ന നിലയിലാണ് ഈ സൂപ്പർ ഹീറോസിനെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് ഒരിടത്തും ജനങ്ങൾ യുദ്ധമൊന്നും ചെയ്യുന്നില്ല. കാരണം ലെക്സ് ലൂഥർ നല്ല ഭരണമൊക്കെ നടത്തി രാജ്യത്തെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്കെല്ലാം ജോലികൾ കൊടുക്കുകയും മറ്റും ചെയ്തു. സംഭവം ലെക്സ് ലൂഥർ ആളൊരു തെണ്ടിയാണെങ്കിലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തു. പക്ഷേ എല്ലായിടത്തും മോഷണം നടത്തിയും ഗുണ്ടായിസം കാണിച്ചും പ്രശ്നങ്ങളുണ്ടാക്കിയും മാത്രമേ ജീവിക്കുള്ളൂ എന്ന് ശബ്ദം ചെയ്ത കുറേ എണ്ണം കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കി വളരെ വേഗത്തിൽ ഒരു അടിപൊളി കാറിൽ കയറി ഈ സിറ്റിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അവൻ്റെ പുറകിൽ പോലീസുമുണ്ട്. പക്ഷേ പോലീസ് എത്ര ശ്രമിച്ചിട്ടും പുള്ളിക്കാരനെ പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ സൂപ്പർമാൻ വരുന്നു. ആ പ്രശ്നക്കാരനെ പിടിക്കുന്നു, പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയതും അന്നേരം തന്നെ അവിടെ ക്യാപ്റ്റൻ ആറ്റവും പവർ ഗേളും മേജർ ഫോഴ്സും വരികയാണ്. ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് സൂപ്പർമാനെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അഥവാ ലെക്സ് ലൂഥറിൻ്റെ കീഴിൽ ജോലി ചെയ്യുവാൻ ക്ഷണിക്കുവാനാണ്. പക്ഷേ സൂപ്പർമാൻ അതിനോട് സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ പവർ ഗേൾ മുന്നോട്ട് വന്ന് സൂപ്പർമാനെ ഒന്നും കൂടി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സൂപ്പർമാൻ വീണ്ടും സമ്മതിക്കുന്നില്ല. മാത്രമല്ല ലെക്സ് ലൂഥർ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ മൊട്ടത്തലയൻ വെറും ഉടായിപ്പാണെന്നും അവൻ എന്തോ വലിയ പണി എല്ലാവർക്കും ഇട്ടും വെച്ചിട്ടുണ്ടെന്നും തനിക്ക് അവനെ ഒട്ടും വിശ്വാസമില്ല എന്നും പവർ ഗേളിനോട് പറഞ്ഞ് സൂപ്പർമാൻ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ സൂപ്പർമാൻ പോയത് കണ്ട് പവർ ഗേളിന് സങ്കടമാവുകയാണ്. ഈ പവർ ഗേളിന് സൂപ്പർമാനോട് എന്തോ ഒരു ഇതുണ്ട്, അതെന്താണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ പിന്നീട് ഇനി കാണിക്കുന്നത് ലെക്സ് ലൂഥറിനെയാണ്. പുള്ളിക്കാരൻ സ്റ്റാർ ലാബിൽ നിന്നുകൊണ്ട് അങ്ങ് സ്പേസിൽ നടക്കുന്ന ഒരു കാര്യം കാണുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സൂപ്പർമാൻ്റെ ശരീരത്തിന് ഹാനികരമായ ക്രിപ്റ്റോണൈറ്റ് കൊണ്ട് രൂപം കൊണ്ട വലിയൊരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നതാണ് ലെക്സ് ലൂഥർ ഇപ്പോൾ കാണുന്നത്.